നമസ്കാരം. എല്ലാവർക്കും ഒരു ക്ലാസ് എടുത്ത് അർച്ചന ബാലൻ എന്ന് പറയുന്നത് കട്ട് ചെയ്തോ. ഭയങ്കര കൂളായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ നടക്കാം എല്ലാം ശരിയാവുമല്ലേ? രണ്ടത്തേക്ക് ഞാൻ കട്ടി പറഞ്ഞാൽ മതിയായിരിക്കുമല്ലേ? ഓക്കെ, പയ്യെ തുടങ്ങാം. നിങ്ങളെല്ലാം പൊക്കോ കേട്ടോ. വിണ്ടാരുടെ റോളിംഗ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പിടിപ്പിക്കാതെ. എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഐപ്ലസിലെ ക്രിയേറ്റീവ് ഹെഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സാധാരണമായിട്ട് ഐപ്ലസിലെ അധ്യാപകരാണ് കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് വ്യത്യസ്തമായിട്ട് ക്യാമറയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഇന്നത്തെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അവസാനമാകുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതിനു മുമ്പ് എൻ്റെ കൂടെയുള്ള ആളെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേര് അർച്ചന ബാലൻ എന്നാണ്. ഇക്കഴിഞ്ഞ സെറ്റ് ഫിസിക്സ് എക്സാം ഐപ്ലസിൽ പഠിച്ച് ക്വാളിഫൈ ആയ ഉദ്യോഗാർത്ഥിയാണ് അർച്ചന ബാലൻ. നമസ്കാരം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ മിക്ക ഇൻ്റർവ്യൂകളും ഇവിടുത്തെ അധ്യാപകരാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് തിരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ എടുക്കുന്നതിനുള്ള ഉത്തരം അർച്ചന ചേച്ചി ആണെന്ന് പറയാമോ? അതിന് കാരണം ഇന്ന് ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു സീറ്റിൽ ഞാൻ ഇരിക്കാൻ കാരണം ഗോകുലാണ്. അതുകൊണ്ട് മാത്രമാണ്. അത് എനിക്കൊരു വളരെയധികം സന്തോഷമുണ്ട് ഗോകുലിനോടൊപ്പം ഇരുന്ന് ഇത് ഷെയർ ചെയ്യാനായിട്ട്. കാരണം ഐപ്ലസിനെ പറ്റിയും ഐപ്ലസിൻ്റെ കോച്ചിങ്ങിനെ പറ്റിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്യാനായിട്ട് ഒരേ ഒരു കാരണമേ ഉള്ളത് ഐപ്ലസ് ആണ്. അതിലേക്ക് എന്നെ എത്തിച്ചത് ഗോകുലാണ്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അർച്ചന ചേച്ചിയും ഒരുമിച്ച് BEd പഠിച്ചതാണ്. ഞാനൊരു BEd ഗ്രാജുവേറ്റ് ആണ്. അർച്ചന ചേച്ചിയും BEd കഴിഞ്ഞാണ്. ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണ് കഴിയുന്നത്. അപ്പോൾ BEd പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഐപ്ലസിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ BEd കഴിഞ്ഞ സമയത്താണ് ഞാൻ ഐപ്ലസിലെ സെറ്റിൻ്റെ ക്ലാസ്സിനെ പറ്റി അർച്ചന ചേച്ചിയോട് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു യാത്ര, ഞങ്ങൾ ഐപ്ലസിൻ്റെ ടീമുമായിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ അർച്ചന ചേച്ചിയുടെ അഡ്മിഷൻ്റെ കാര്യം ഞാനവർ സംസാരിക്കുന്നത്, അങ്ങനെ അഡ്മിഷൻ നേടുന്നതും ഒക്കെ. ആ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു മോട്ടീവ് ഉണ്ട്, ആദ്യത്തെ ഒരു ഇതിൽ തന്നെ കിട്ടുമെന്നോ അങ്ങനെ ഒരു? ഇല്ല, ഒരിക്കലും. ഞാൻ BEd പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം അപ്ലൈ ചെയ്തെങ്കിലും അന്ന് എനിക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്ത സമയം തൊട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല രീതിയിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതെങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോഴാണ് ഗോകുലിൻ്റെ തന്നെ പല സ്റ്റാറ്റസുകളും ഞാൻ കാണുന്നുണ്ട്, ഈ സക്സസ് സ്റ്റോറീസ്. അപ്പോൾ എനിക്കും ഇത് പറ്റും എന്നൊരു കോൺഫിഡൻസ്, ഇതിലൂടെ എനിക്ക് പറ്റണം എന്നൊരു ആഗ്രഹവും എനിക്ക് തോന്നിയപ്പോഴത്തേക്കാണ് ഞാൻ ശരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് ഗോകുലിൻ്റെ ഭാഗത്തു നിന്നും ഐപ്ലസിൻ്റെ ടീമിൽ നിന്നും തിരിച്ചുണ്ടായ ഒരു ഇതാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചതും. ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇതിനകത്ത് ഞങ്ങൾ ആദ്യമേ പല ഇൻ്റർവ്യൂകളിലും ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പറയും, പിന്നെ ഞങ്ങളുടേതായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്തെല്ലാം താളം തെറ്റി കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യമേ അർച്ചന ചേച്ചിയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറയാമോ? അപ്പോൾ ഞാൻ PG കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തോളമുള്ള ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ BEd ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട് അടൂരാണ്. ഞാൻ MPhil ക്വാളിഫൈ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം BEdലേക്ക് വരുമ്പോൾ തന്നെ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമോ. സത്യം പറഞ്ഞാൽ BEdലേക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് സെറ്റ് എഴുതിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഞാൻ പലയിടത്തും ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് പോയ സമയങ്ങളിലൊക്കെ എനിക്ക് സെറ്റ് ഇല്ലാത്തത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്യാന്നുള്ളൊരു ലക്ഷ്യത്തോട് തന്നെയാണ് ഞാൻ BEd ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐപ്ലസ് ആണ്. ഓക്കെ, അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അർച്ചന ചേച്ചി കുറേ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വന്ന ഒരാളാണെന്ന് അതെനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഈ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുന്ന ഒരു മോട്ടിവേഷൻ ആണല്ലോ. അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ആ ഒരു വഴിയിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? BEd എന്ന് പറയുന്നത് തന്നെ വളരെ കുറച്ച് കഷ്ടപ്പാടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനും അതിനായിട്ടുള്ള വർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ എനിക്ക് പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ എനിക്ക് 2 വയസ്സുള്ളൊരു മോനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ BEd സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളും എല്ലാം കൂടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തരണം ചെയ്തെടുക്കാനായിട്ട് എനിക്ക് പറ്റി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു ദിവസം കായംകുളത്ത് ഒരു ഷൂട്ടിനായിട്ട് പോവുക. അപ്പം അർച്ചന ചേച്ചി അന്ന് കായംകുളം പോകുന്ന റൂട്ടിലാണ് വീട്. അപ്പോൾ ഞാൻ അവിടെ വന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ അർച്ചന ചേച്ചി കണ്ണൊക്കെ നിറഞ്ഞ്, പിള്ളേർ 2 സൈഡ് ഇങ്ങനെ ഓടി അടക്കുകയൊക്കെ ചെയ്ത്, അപ്പോൾ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ണൊക്കെ കിടന്ന് തുടച്ച് സെറ്റ്. എനിക്ക് ആ ഒരു ദിവസം ഓർമ്മയുണ്ട്. അപ്പം അന്നേ എനിക്കറിയാം അത്ര സുഗമമായിട്ടുള്ള രീതിയിലല്ല പോകുന്നതെന്നുള്ളത്. പക്ഷേ അർച്ചന ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ട് എന്നെ അവിടെ വരവേൽക്കുകയും അങ്ങനെ ഞങ്ങൾ പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചു പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും അറിയാം. അപ്പം അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളൊരു വെളിച്ചം എന്തായിരുന്നു ആ ഒരു ടൈമിലൊക്കെ? ശരിക്കും BEd പാസ്സാവുക, അതിനുശേഷം സെറ്റ് പോലുള്ളൊരു എക്സാം ക്ലിയർ ചെയ്ത് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഉള്ളിലെ ആഗ്രഹം. അപ്പം നമുക്ക് എന്തായാലും ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തീർക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ആ സമയത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് ഇത് പറ്റും,
പിന്നെ കൂടെ നിന്ന് കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടും. ഓക്കെ. അപ്പം ഈ സെറ്റ് എക്സാമിൽ അല്ലെങ്കിൽ സെറ്റ് ഫിസിക്സ്, ഞാനും ഫിസിക്സാണ് എടുത്തത്, എനിക്കറിയാം സെറ്റൊക്കെ എത്ര പാടാണ് ഫിസിക്സിൽ ക്ലിയർ ചെയ്യാനെന്നുള്ളത്. അപ്പം സെറ്റ് ഫിസിക്സ് പൊതുവേ പാടാണെന്ന് പറയാറുണ്ട്. അപ്പം ടോപ്പിക്കുകൾ എങ്ങനെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തു, ടൈമിംഗ് എങ്ങനെ ശരിയാക്കി, ഈ ഒരു ഇത്രയും ഭാഗം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ കവർ ചെയ്യാനൊക്കെ ടൈമിങ്, ഇത്രയും സ്ട്രഗിളിനിടയ്ക്കൊക്കെ ആ ടൈമിംഗ് എങ്ങനെ? ടൈം നമുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. നമുക്ക് സിലബസ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ നമുക്ക് തോന്നും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പ്രീവിയസ് ഇയറിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയ്ക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. പിന്നെ ഡെയിലി നമ്മളിത് വർക്ക് ചെയ്യുക. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ആ ഒരു വിജയത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഈ വാസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടഫായിട്ട് തോന്നിയുള്ളൊരു ഭാഗം ഏതാണ്? ഫിസിക്സിൽ തന്നെ ഏറ്റവും ടഫായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എല്ലാവർക്കും കാണുമല്ലോ പാടായിട്ടൊരു ഭാഗം, അതുപോലെ തന്നെ എളുപ്പമായിട്ടുള്ള ഭാഗം. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? പാടായിട്ടുള്ള ഭാഗങ്ങൾ, ടഫായിട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെ? ടഫായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് പോലെയുള്ള ഏരിയാസ് ആയിരുന്നു കുറച്ച് ടഫായിട്ട് തോന്നിയത്. അപ്പോൾ അതിൽ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഒരുപാട് സാറിൻ്റെ ക്ലാസ് ആണ് എന്നെ അതിൽ സഹായിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കൂടുതൽ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് നല്ലതുപോലെ നമ്മൾ സ്വയം ചെയ്ത് നോക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. ഓക്കെ. ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു ചേച്ചിക്ക് ഈ ഒരു ജേണിയിൽ? ഫാമിലിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബി.എഡ് ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോളും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര്, ഗോകുൽ ഉൾപ്പെടെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഈ ഒരു വിജയത്തിന് കാരണം. ഓക്കെ. അപ്പം I+ ഈ ജേണിയിൽ എങ്ങനെ സഹായിച്ചു? I+ലേക്ക് ഞാൻ എത്തുന്നത് ഗോകുൽ വഴിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ PG കഴിഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പ് എനിക്കുണ്ട്. അപ്പോൾ എനിക്കിത് കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ സാറിൻ്റെ ക്ലാസ്, അതുൽ സാറിൻ്റെ ക്ലാസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് ഇത്രയും ഒരു ഗ്യാപ്പേ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അത്രയും ക്ലിയർ ആയിട്ടാണ്. നമുക്ക് ബേസിക് അറിയില്ലെങ്കിൽ പോലും സാറിൻ്റെ ക്ലാസ് ഫസ്റ്റ് തൊട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടോപ്പിക്കും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. ഡെയിലി മോട്ടിവേഷനും അതുപോലെ തന്നെ 1-to-1 മോണിറ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിയത്, എഫക്റ്റീവായിട്ട് തോന്നിയത് അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെയാണ്. കാരണം നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട്, കാരണം എന്നെപ്പോലെ ഒരാൾക്ക്, ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ടോപ്പിക്സ് നമ്മൾ ബേസിക് കുറച്ച് കാര്യങ്ങൾ കണ്ടതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ചേച്ചി കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് പറയാം? അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ജനറൽ പേപ്പർ ആദ്യം തന്നെ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വേണ്ടത് ഈ പറഞ്ഞ നമ്മുടെ സെക്കൻഡ് പേപ്പർ, അതായത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ അതിനെ വളരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഡെയിലി നിങ്ങൾ മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഒരു അഭിമാന നിമിഷമായിരുന്നു. കാരണം എൻ്റെ കൂടെ പഠിക്കുകയും അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഒരുപാട് സന്തോഷം തോന്നുന്നൊരു മൊമെൻ്റാണ്. അപ്പം ഈ ഒരു നിമിഷം ഉണ്ടായത് വളരെ ഒരു വലിയ യാദൃശ്ചികമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം ചേച്ചിക്ക് അതുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഓക്കെ. അപ്പോൾ എനിക്കും അത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വേറെ I+ലെ വേറെ ഏതൊരു സാറിൻ്റെ കൂടെ ഇരുന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നതിലും എനിക്ക് ഗോകുലിൻ്റെ കൂടെ ഇരുന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത്ര സംസാരിക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പം ഞങ്ങൾ ക്യാമറ ടീം ആയാലും അതുപോലെ തന്നെ I+ൻ്റെ ക്രൂ ആയാലും എല്ലാവരും ഞങ്ങളുടെ അവസാനത്തെ നെറ്റിൻ്റെ വിജയഗാഥ അത് കണ്ടു കാണും. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചെന്ന് പല ഉദ്യോഗാർത്ഥികളുടെ ഇൻ്റർവ്യൂസ് എടുക്കാറുണ്ട്. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്യാമറയുടെ പിന്നിൽ നിന്ന് കാണുന്നത് എനിക്ക് വലിയൊരു അത്ഭുതമാണ്. കാരണം ഇവരെങ്ങനെയാണ് I+നെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് I+ ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റം എന്ന് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ കൂടാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഒരു പ്രചോദനം തന്നത്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾക്കും ഈ ഒരു സെറ്റ് ആയാലും നെറ്റ് ആയാലും അല്ലെങ്കിൽ മറ്റ് എക്സാം ആയാലും കോമ്പറ്റേറ്റീവ് എക്സാം ആയാൽ പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ 100% ഉറപ്പ് എൻ്റെ ഭാഗം തരാൻ പറ്റും. ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇത്രയും ആൾക്കാരുടെ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ആ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.